ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ മുമ്പ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉണ്ടാക്കി നോക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഏതായാലും ഉണ്ടാക്കി. ഇതേപോലെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് 4 സൈഡിലെ ആ ബ്രൗൺ കളറ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം വേണമെങ്കിൽ നമുക്കത് പൊടിച്ചിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ കോഴിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ സൈഡ് ഭാഗം. ഇതുപോലെ എല്ലാ ബ്രെഡുകളും കുറച്ച് തോനെ ഉണ്ടാക്കി വെക്കാവുന്നതിൽ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഉണ്ടാക്കി കുറച്ച് തന്നെ ഫുള്ള് കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ എല്ലാ ബ്രെഡും ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ മിക്സിൻ്റെ ജാറിലേക്ക് ഈ ഒരു എടുത്ത ബ്രെഡിൻ്റെ സ്ലൈസസൊക്കെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ സ്ലൈസസും ഇതേപോലെ ഇട്ട് കൊടുത്തു. ഗുലാബ് ജാമുന് ഒരുമാതിരിപ്പെട്ട മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടമായിരിക്കില്ലേ. പിന്നെ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ ഒരു ബൗൾക്ക് കുറച്ച് പാൽപ്പൊടി ഇടാം. ഈ പാൽപ്പൊടി കാണാതായതായിരുന്നു. അപ്പോൾ നമുക്കൊരു ദിവസം കിട്ടിയപ്പോൾ എനിക്ക് തിന്നാൻ തന്നു. അങ്ങനെ കിട്ടിയപ്പോൾ അമ്മ ഇതാക്കിട്ടിട്ട് ആ പൊടിച്ചെടുത്ത ബ്രെഡ് ഇതിലോട്ട് ഇട്ടു കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു നമ്മൾ മണലൊക്കെ മാതിരി ആവണില്ലേ, ഒരു ഇങ്ങനെ പാൽപ്പൊടിൻ്റെ കൂടെ തന്നെ അതിട്ട് കൊടുത്തിട്ടോ. പിന്നെ ലേശം പാലെടുത്തിട്ടുണ്ട്, ഒരു മാവ് മാതിരി ആക്കണം. നല്ല കുഴച്ച് മാവ് പോലെ ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. നെയ്യായിരിക്കും ബെറ്റർ അല്ലേ. അന്നേരം നെയ്യ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നെയ്യാണ് ഉപയോഗിച്ചിട്ടില്ല. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. പക്ഷെ നെയ്യ് ഇട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. ടേസ്റ്റ് ഉണ്ട്. അതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ചെറിയ ഉരുളിയും വലിയ ഉരുളൊക്കെ ആക്കുക. ഞാൻ മീഡിയം ടൈപ്പാണ് ആക്കിയത് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ആർക്കും തന്നെ തികഞ്ഞിട്ടില്ല. അപ്പം ഇന്നും വീണ്ടും ഉണ്ടാക്കണം എന്നുള്ളൊരു അതിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഉണ്ടാക്കണം. അത് ഇന്നലെ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ. അതേപോലെ എല്ലാം ഫുള്ള് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബദാം പരിപ്പോ കാഷ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ചെറിയ പൊടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ വെള്ളപ്പം ചുട്ടി ചട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ചട്ടി തന്നെ പൊരിക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ പരന്ന പാത്രങ്ങളാകുമ്പോൾ നമ്മൾ കൂടുതൽ എണ്ണ ഉപയോഗിക്കേണ്ടി വരില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ എണ്ണ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അത് അതിൽ കുറച്ച് പഞ്ചസാര ഉണ്ടായിരുന്നു. ആ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം അതിൽ പഞ്ചസാര പാത്രത്തിൽ നിന്ന് എടുത്തപ്പോൾ കുറച്ച് ഇതിപ്പോൾ അതിൽ തന്നെ വെച്ചതാണ് കേട്ടത്. അപ്പോൾ അതേപോലെ എല്ലാ ബോൾസും ഞാൻ പൊരിച്ചെടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ്. എണ്ണൻ്റെ വക്കത്ത് വരേണ്ടി നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുക്കി വിടണം നല്ലത്. നേരെ ഇടരുത് എന്നാണ് ഓള് പറയണത്. ഓൾക്കുള്ള ടിപ്പാണ് കേട്ടോ. കുട്ടിയല്ലേ, ഓൾക്കുള്ളതാണ്. അല്ല, ഞാൻ കൈമക്ക് തെറുക്കി എന്നാണ് ഓള് പറയണത്. അപ്പോൾ അതേപോലെ ഈ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായും കുത്തി ചതച്ചിട്ട് കുറച്ച് പഞ്ചസാരയും ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ. ഷുഗർ സിറപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാര ആദ്യം ഇട്ടീനി, പക്ഷെ കമ്മയാണ് അറിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഇട്ടതാണ്. പിന്നെ അതേപോലെ നമ്മളെ വീട്ടിലത്തെ എല്ലാവർക്കും മധുരമൊന്നും ഇഷ്ടമല്ല. നമ്മളൊക്കെ എരിവ് എല്ലാം കൂട്ടുന്ന നമ്മളൊരു മിനിമം എരിവല്ല, നല്ല കൂട്ടൊന്നുമില്ല. എരിവുള്ള സാധനങ്ങളോടാണ് ഇഷ്ടം. ഇവിടെ എരിവ് അധികം ഉപയോഗിക്കാറില്ലല്ലോ. അല്ല, തിന്നുമ്പോൾ നമ്മൾ നല്ല നിന്നിട്ടോ. എന്തുന്നുമ്പോ എരുള്ളൊക്കെ കിട്ടിയാൽ മീൻസ് ഉദ്ദേശിച്ച സമൂസ, ചിക്കൻ റോൾ അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. അതാണ് ഇവിടെ അധികം എല്ലാവർക്കും ഇഷ്ടം. അങ്ങനത്തെ സാധനങ്ങളാണ്, എരിവുള്ള സാധനങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം. മധുരമുള്ള സാധനങ്ങളെക്കാളും ഇഷ്ടം എരിവ് ഉപ്പിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഈ എല്ലാ ബോൾസും ഇതിൽ ഡിപ്പ് ചെയ്തിട്ടിട്ടത് എന്നിട്ട് നമ്മൾ ഒരു ചൂടാറാൻ വേണ്ടി ശരിക്കും 2-3 മണിക്കൂർ നമ്മൾ ഇതിലിട്ട് വെക്കണം. നമ്മൾ ഏകദേശം അരമണിക്കൂറായപ്പോൾ തീർന്നു. പക്ഷെ നമ്മൾ 8 മണിയാകുമ്പോൾ എടുത്ത് തിന്ന്. അപ്പം 2 മണിക്കൂറൊന്നും നമ്മൾ ഹോൾഡ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ തന്നെ അവർ തീറ്റ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കഴിച്ചോട്ടെ ഗൈസ്. കടിക്കുമ്പോൾ ഒരു ബ്രെഡിന് ചുവ ഉണ്ടാവുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.